സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പഴുത്ത സപ്പോട്ട എടുത്ത് ഒരു ഷേക്ക് ഉണ്ടാക്കാം. ഷേക്ക് ഉണ്ടാക്കാൻ നല്ലതുപോലെ പഴുത്ത പഴങ്ങളാണ് നല്ലത്. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് ഇത്. ഞാൻ 6 സപ്പോട്ടയാണ് എടുത്തത്. കുറച്ച് വലിയ കുരുവായതുകൊണ്ട് ഇതിൽ കുരു പെടാതെ നോക്കണം. കുരു ഉണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ എല്ലാം കൂടി അടിഞ്ഞു വരും, അപ്പോൾ സ്വാദുണ്ടാവില്ല. ഇനി ഒരു 5 ഈത്തപ്പഴം എടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചതാണ് ഇത്. ഇനി 6 ബദാം കൂടി എടുക്കാം. ഇതിൻ്റെ തോല് കളയാതെ എടുത്താൽ മതി. നല്ലതുപോലെ അടിച്ച് കുടിക്കണം എന്നാണെങ്കിൽ കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് കടിക്കാൻ കിട്ടും. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായി 2 ടേബിൾ സ്പൂൺ ഹണി കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് നമുക്ക് ഹണിയാണ് നല്ലത്. ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. സപ്പോട്ട നല്ല മധുരമുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് അധികം മധുരം വേണ്ടി വരില്ല. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലൊരു ഷേക്കാണ്.
ഇനി നമുക്ക് രണ്ടാമതായി പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. പാഷൻ ഫ്രൂട്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു ഫ്രൂട്ടാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ നടുവിൽ നിന്ന് നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ മുറിച്ചാൽ ഇങ്ങനെയാണ് കാണുക. കുരുവിൻ്റെ പുറത്ത് ഒരു കോട്ടിങ്ങോടുകൂടി തോലുണ്ടാവും. അതെല്ലാം കൂടിയാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കാതെ മുറിച്ച് ഗ്ലാസ്സിലിട്ട് ഹണി ഒഴിച്ച് ഇളക്കിയും കുടിക്കാറുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അരിച്ചെടുത്താൽ നല്ല മഞ്ഞ കളറുള്ള ജ്യൂസായിരിക്കും കിട്ടുക. അപ്പോൾ കുരു ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് വെള്ളമൊഴിക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. ആദ്യം അടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് അരിച്ചെടുത്ത ശേഷം അതിൻ്റെ കുരുവിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ച് നമുക്ക് അരിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. മിക്സിയിലിട്ട് അടിച്ചെടുക്കാതെ ഗ്ലാസ്സിലിട്ട് ഇളക്കി കഴിക്കുമ്പോൾ അതിനും ഒരു പ്രത്യേക സ്വാദാണ്. ചിലർ ഇതിൻ്റെ തോല് അച്ചാറിടാറുണ്ട്. അരിച്ചെടുക്കുമ്പോൾ അധികം ദ്വാരമില്ലാത്ത അരിപ്പയിൽ കൂടിയാണ് അരിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ജ്യൂസിനടിയിൽ പൂഴി പോലെ കാണപ്പെടും. ഒരു കറുത്ത തരിതരി പോലെയാണ് ഉണ്ടാകുന്നത്. അതങ്ങനെ ഒന്നോ രണ്ടോ തവണ
അടിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ജ്യൂസിന് നല്ല മണമാണ്. ജ്യൂസ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. പുറത്ത് നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് കുടിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.